சர்ஜரி இமீடியட்டாக செஞ்சாகணும். சர்ஜரி பண்ணாலும் முன்ன மாதிரி எழுந்து நடமாடுவாரா பேசுவாராங்கிறது என்னால் இப்போ உறுதியாக சொல்ல முடியல. 2 இடத்துல கத்தியில் குத்திருக்காங்க. வெறும் கத்தியில் இல்லை ஏதோ விஷம் தடவி குத்திருக்காங்க. 48 hours ஆனதுக்கப்புறம் தான் என்னால் எதையும் உறுதியாக சொல்ல முடியும். உங்கள் விஷயங்கிறதுனால நான் போலீஸ்க்கு எந்த தகவலை சொல்ல. പോലീസെല്ലാം ഒന്നും വേണം സാർ. ആ കത്തിയിൽ ഏത് പാമ്പിൻ്റെ വിഷമാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. കുഞ്ഞു പോയുള്ള പാക്കലാമ. ആ പ്ലീസ്. ചെന്നൈക്ക് പോയിരുന്നു. മൂർത്തി സാറിനെ കണ്ടു. അണ്ണൻ പറഞ്ഞ മാതിരി 2 ദിവസം നിർത്താതെ ഒരു ദിവസം കൊണ്ട് എല്ലാം തീർത്തു വിട്ടു. പോരുന്ന വഴി കോവിലിൽ കയറണമെന്ന് ലക്ഷ്മി പറഞ്ഞു. അവിടെയും കയറി. ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ ബർത്ത്ഡേക്ക്. ആ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതായിരുന്നു. 2 ദിവസം ഞാനിവിടെ നിന്ന് മാറി നിന്നപ്പോൾ ഇങ്ങനൊരു ഗിഫ്റ്റായിരുന്നു എനിക്ക് വേണ്ടി കാത്തു വെച്ചു. ലക്ഷ്മി മുരുകൻ മുറ്റത്ത് കിടപ്പുണ്ട്, റഹീമ ഹാളിൽ. ലക്ഷ്മി ഒരുപാട് വേദന സഹിച്ചു. പൂങ്കുഴലിയും കുട്ടികൾ കിടക്കുന്ന ഭാഗത്തേക്കൊന്നും ഞാൻ പിന്നെ പോയില്ല. ആരാണ് നമ്മളെ ചതിച്ചത്? കത്തിയിൽ വിഷം പുരട്ടി കുത്താനുള്ള ബുദ്ധി ആരുടെ ആയിരുന്നെന്ന് പറ എന്ന ആരുടെ? அவனை சும்மா விடக்கூடாதுடா. சித்திரவதை பண்ணி கொள்ளணும். அதுக்கு முன்னாடி அவன் மான கொள்ளணும். இவனை கொல்றது என் கண்ணால பார்க்கணும். லட்சுமி என் பிள்ளை டாக்டர், நீங்க சொன்ன 48 மணி நேரத்துக்கு அப்புறம் எனக்கு வேற உயிரோட வேணும். ஏன்னா நிறைய உயிர் போயிருக்கு சார். அவங்கள பழி வாங்கிறது உங்க கண்ணால பார்க்கணும். ப்ளீஸ் சார், ப்ளீஸ். അവന്റെ മോന്റെ വരവിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. ചോര വീഴ്ത്തുമ്പോൾ അവൻ ഇന്ന് തുടങ്ങണമെന്ന് അണ്ണൻ പറഞ്ഞിരുന്നത്. അവര് സിനിമയുടെ പേരിൽ വീഴ്ത്തിയ ചോരയ്ക്ക് കണക്ക് തീർക്കാനാ ഞാൻ ഇക്കണ്ട സിനിമാക്കാരുടെ എല്ലാം അപ്പനാകാൻ തീരുമാനിച്ചത്. ആരെയാടാ വണ്ടി? അറിയില്ല. എന്താ സാറേ പെട്ടെന്ന് വരാൻ പറഞ്ഞേ? നിനക്ക് ഓർമ്മയുണ്ടോ ഇവനെ? ഇവനെന്താ ഇവിടെ? എന്താടാ? നമ്മൾ എന്നോ ചെയ്തു വെച്ച എന്തിൻ്റെയോ ബാക്കിയാണ് ഈ ബോസ് എന്നല്ലേ താനെന്ന് പറഞ്ഞത്. അനിയൻ ചെക്കനെ അഭിനയിപ്പിക്കാൻ ചാൻസ് ചോദിച്ച ആ തമിഴിനെ തനിക്ക് ഓർമ്മയുണ്ടോ? തല ആ തല അന്നേ നമ്മൾ വെട്ടിയതല്ലേ സാറേ? അതിന്റെ സന്തോഷത്തിലല്ലേ ഇവൻ ചോദിച്ച കാശോ അവന്റെ അണ്ണാക്കിലോട്ട് തിരികെ കയറ്റി അവനെ മലേഷ്യയിലോട്ട് കയറ്റി വിട്ടത്. സാറേ, എൻ്റെ നമ്പറിലേക്ക് ഒരു കോള് വന്നു. ഞാൻ ലോകത്തിന്റെ ഏതറ്റത്ത് പോയി വിളിച്ചാലും എന്നെ തീർക്കുമെന്നാ പറഞ്ഞത്. വിളിച്ചത് അയ്യനാരോ? എടാ, അയാള് ചത്തു തുളഞ്ഞെന്ന് നീ തന്നെയല്ലേ അന്ന് വിളിച്ചു പറഞ്ഞേ? ഞാനോ? സാറിന്റെ മോൻ തന്നെയല്ലേ സാറേ അന്ന് വിളിച്ചു പറഞ്ഞത്. പിന്നെ നമുക്കെതിരെ തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും നമ്മുടെ പുറകെ തപ്പി വരികയില്ലെന്നും കമ്മീഷണർ സാർ തന്നെയല്ലേ അന്ന് പറഞ്ഞത്. പക്ഷെ നമുക്ക് തെറ്റി. അവനപ്പോൾ അവിടുന്നേ കളി തുടങ്ങിയിരുന്നു. ഇവനെ വെച്ച് നമ്മൾ തുടങ്ങി വെച്ച കളി അറിയാതെയാണെങ്കിലും ഇവനെ വെച്ച് തന്നെ അവൻ ഇവിടെ വരെ എത്തിച്ചു. ഈ ലോകത്തിൽ എവിടെ പോയി ഒളിച്ചാലും നിന്നെ കൊല്ലുമെന്ന് നിന്നോട് പറഞ്ഞില്ലേ?
അവൻ കഴിഞ്ഞ 3 വർഷമായി ഇവിടെ ഉണ്ട്. ഇപ്പതാ നിന്നെയും ചൂണ്ടയിൽ കുരുക്കി ഇവിടെ എത്തിച്ചു. ഈ പാമ്പിനെ കൊല്ലുമ്പോ തലക്കടിച്ച് കുഴിച്ചിട്ടാ പോരാ, ഉടലോടെ കത്തിക്കണം. അല്ലെങ്കിൽ അത് വാലിൽ നിന്ന് ജീവനെടുത്ത് എഴുന്നേറ്റ് വന്ന് അടിച്ചവന്റെ മൂർധാവിൽ കുത്തും. കഴിഞ്ഞ 3 വർഷമായിട്ട് നിന്റെ മോനെ കാത്തിരിക്കായിരുന്നു. പഠിത്തം കഴിഞ്ഞ് നിന്റെ മോൻ കൊച്ചിയിൽ കാലുകുത്തിയ അന്നവൻ നിന്റെ സെറ്റിൽ കയറി പണി തുടങ്ങി. തലവെട്ടിയന്റെ പക വീട്ടാൻ വന്ന വാലാണവൻ. ദി മോസ്റ്റ് ഡേഞ്ചറസ് ആൻഡ് പോയ്സണസ് സ്നേക്ക്. ഓ, അപ്പൊ അവൻ ഇത്രയും നേരം കളിച്ചത് കോമഡി പടമല്ല അല്ല സാറേ. കോമഡിയും കഴിഞ്ഞ് ത്രില്ലറും കഴിഞ്ഞ് ഇപ്പൊ റിവെഞ്ച് പടമായി. ഇവനെ ചൂണ്ടയെ കോർത്ത് അവൻ ചിലപ്പോൾ നമുക്ക് ഇട്ടു തന്നായിരിക്കും. ഒന്നെങ്കിൽ നിന്നെ അവൻ കൊല്ലും, അല്ലെങ്കിൽ ഞങ്ങൾ കൊല്ലും. എന്തായാലും നിനക്ക് ചീട്ടുറപ്പാ. ചാക്കു നമ്മുടെ കാക്കനാട് ഫ്ലാറ്റിലുണ്ടാവും. നീ പോയി അയാളും കൂട്ടി തേവരയിലേക്ക് വാ. ഓക്കെ പപ്പ. നിനക്ക് സുഖമല്ലേ? സുഖവിവരം അറിയിക്കാൻ ഞങ്ങൾ നേരിട്ട് വരുന്നുണ്ടടാ. നീ വിരുന്നൊരുക്കി കാത്തിരുന്നോ? ഉറപ്പല്ലേ സാറേ? സാറേ, അതിനുമുമ്പ് സാറിനൊരു കൊറിയർ ഉണ്ട് സാറേ. സിയോടിയാണ് സാറേ. ചാക്കോ ഓൺ ഡെലിവറിയാണ് സാറേ. ചാക്കോ സാറേ, ആളിത്തിരി ഫിറ്റാണ് സാറേ. ഒന്നെടുത്ത് വെച്ചേക്കണേ സാറേ വേഗം. ചാക്കോ താങ്കൾ വിളിക്കുന്ന നമ്പർ എന്താ സാർ? ഇപ്പോൾ സ്വിച്ച്ഡ് ഓഫ് ആണ്. സ്വിച്ച് ഓഫാ? എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. മുകളിൽ പോയി നോക്ക്. ഞാൻ മെയിൻ സ്വിച്ച് ഓൺ ആക്കാം. ഫെലിക്സ് സാറ് പറഞ്ഞ സമയത്തിന് മുമ്പേ എത്തിയല്ലോ. പക്ഷേ ഫെലിക്സ് സാറേ, ഞാൻ പറഞ്ഞ സമയത്തിന് മുമ്പേ ഞാൻ കൊറിയർ ചാക്കോ സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് എങ്കിലും തരണേ സാറേ. ഓക്കെ സാറേ. വർമ്മ. ആ സാറേ, ആളോടുണ്ട്. നല്ല ഫിറ്റാ. ഇപ്പൊ ജോയൽ എവിടെ? ആ, എനിക്ക് മോനെ ജോയൽ, മോനെ. അവൻ കൊല്ലും, എല്ലാത്തിനെയും കൊല്ലും. താനെന്തും വിചാരിച്ച അവന്റെ ഒരു രോമത്തെ പോലും തൊടാൻ പറ്റുള്ളൂ. അവന് നമ്മുടെ മുമ്പിലിട്ട് കളിക്കാൻ ഇയാള് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതിനൊരവസരം അവനും കൊടുക്കണ്ട. ഇനി അവനും നമ്മളും തമ്മിലാ കളി. ഞാൻ സാറിനൊരു സർപ്രൈസ് തന്നപ്പോ സാർ എനിക്കിട്ടൊരു സർപ്രൈസ് തന്നതല്ലേ സാറേ? സാറായിട്ട് എന്റെ ജോലി കുറച്ച് തന്നതിന് നന്ദിയുണ്ട് സാറേ, നന്ദിയുണ്ട്. അവസാനത്തെ കളിക്ക് നീ ഒരുങ്ങിയിരുന്നോ? എന്നോ തീർക്കാതെ വിട്ടുപോയത് തീർത്ത് കെട്ടിയിട്ടേ ഈ കളി തീരൂ. സ്വന്തം മകൻ കിടക്കുന്ന കിടപ്പ് കണ്ടിട്ടും ഒരു തരി പോലും അനങ്ങാതെയുള്ള നിന്റെ ഈ പഞ്ച ഡയലോഗ് ഉണ്ടല്ലോ, അതാണ് വില്ലൻ. അതുകൊണ്ട് വില്ലൻ നേരെ ഇങ്ങോട്ട് പോര്. തേടി നടന്ന് വിഷമിക്കണ്ട, സമയവും കളയണ്ട. നീയൊക്കെ ഇത് തുടങ്ങി വെച്ചൊരു സ്ഥലമുണ്ടല്ലോ, അങ്ങോട്ട് പോര്. ഞാൻ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. നിനക്കുള്ളതെല്ലാം ഒരുക്കി വെച്ച്. ആ, ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തേണ്ട സമയം അതുവരെയുള്ളടാ നിന്റെ ആയുസ്. നിന്റെ കളി തീർന്നു. The game is over. This is a game which is gonna be a massive hit of the year. Welcome to Kampam Tani. Chaka 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 chaka.